ഈസ്റ്റേൺ മാജിക് അവറിലേക്ക് സ്വാഗതം. ചെറിയ പെരുന്നാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏകദേശം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി, ശരിക്കും നോമ്പെന്ന് പറഞ്ഞാൽ അത് വ്രതശുദ്ധിയോടുകൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജലപാനമില്ലാതെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ഇതൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ശരിക്കും കഠിനമായ വ്രതമാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടി, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നമ്മൾ എന്താ പറയേണ്ടത്, ആ പ്രാർത്ഥന നിർഭരമായ ദിവസങ്ങൾ അവസാനിക്കുന്നു. അതേസമയം ഈ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരു ശുദ്ധവും വൃത്തിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ സക്കാത്ത് പോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതായത് പാവങ്ങൾക്ക് ദാനം കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ രാവിലെ മുതൽ വീട്ടമ്മമാർ പോലും ജലപാനമില്ലാതെയാണ് പാചകം ചെയ്യുന്നത്. വൈകുന്നേരത്തെ നോമ്പ് തുറയ്ക്കുള്ള വിഭവങ്ങൾ, പലതരം പലഹാരങ്ങൾ, അപ്പോൾ ചെറു പലഹാരങ്ങൾ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയി താവി നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു നോമ്പിൻ്റെ നോമ്പ് തുറന്നു കഴിയുമ്പോൾ വളരെ ലഘുവായിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വിശാലമായ ഭക്ഷണം കഴിക്കുമ്പോൾ പലതരം കഞ്ഞികൾ, ആ കഞ്ഞിയോടുകൂടി തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരിയും കറിയും, അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം. അതാണ് ഒരു രീതി. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പലതരം കഞ്ഞി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഭക്ഷണവും കഴിക്കാണ്ട് ജലപാനം പോലും ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കൊണ്ടായിരിക്കും തുടങ്ങുന്നത് ഒരു പക്ഷേ ആ ഒരു വ്രതം മുറിക്കൽ, ആ ഒരു ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്നത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പത്തിരിയും കറിയും ഒക്കെ കഴിക്കുന്ന ഒരു സമയം, ആ സമയം പലതരം കഞ്ഞികൾ കുടിക്കാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കഞ്ഞിയാണ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് കഴിക്കുന്ന ആദ്യത്തെ ഒരു ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കഞ്ഞി എന്ന് പറയുന്നത് ഗോതമ്പ് കഞ്ഞി. പണ്ടത്തെ കാലത്താണെങ്കിൽ ശരിക്കും തരി ഗോതമ്പിട്ട് തന്നെ ഈ കഞ്ഞി തയ്യാറാക്കും. പക്ഷേ ഇപ്പോഴത്തെ വീട്ടമ്മമാർക്ക് കുറച്ചുകൂടെയൊക്കെ വ്യത്യാസം വരുത്തി, പരിഷ്കാരം വരുത്തി, കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള രീതിയിലും ഈ ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിലുള്ളൊരു ഗോതമ്പ് കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, എന്നാൽ സ്വാദമാണ്. അപ്പം ഇതൊരു നോമ്പ് തുറ വിഭവം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്? തേങ്ങാപ്പാൽ 4 കപ്പ്, ഗോതമ്പ് പൊടി 3 ടീസ്പൂൺ, ചിക്കൻ സ്റ്റോക്ക് 1.5 കപ്പ്, മുട്ട പുഴുങ്ങിയത് 2-3 കഷ്ണങ്ങളാക്കിയത്, വേവിച്ച ചിക്കൻ പിച്ചിയെടുത്തത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. അപ്പം നമുക്കിനി ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു നോമ്പ് കഞ്ഞി. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക, അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഇത് നമ്മൾ തേങ്ങാപ്പാലും, ഇപ്പോൾ തരി ഗോതമ്പുണ്ടെങ്കിൽ അതാണ് വേവിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഗോതമ്പ് പൊടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങാപ്പാലിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ ഗോതമ്പ് മാവാണ്, ഗോതമ്പിൻ്റെ പൊടി. നമ്മൾ വേറൊരു പാത്രം ഇച്ചിരി തേങ്ങാപ്പാൽ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് 3 ടീസ്പൂൺ ഗോതമ്പ് മാവ്. അപ്പം അതിൻ്റെ അളവെല്ലാം കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എത്രത്തോളം നടിക്കുക, ഇതൊരു സൂപ്പ് പോലെ ഇരിക്കുന്നൊരു കഞ്ഞിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പാകം, എത്ര കുറുകൽ വേണം അല്ലെങ്കിൽ എത്ര, കുറച്ച് നടുകിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനനുസരിച്ചിട്ടാണ് ഗോതമ്പ് മാവ് ചേർക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ അത് നോക്കിയിട്ട്. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി, ഗോതമ്പ് മാവ് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ്. ആ തേങ്ങാപ്പാലിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 3 ടീസ്പൂൺ തേങ്ങാപ്പാൽ, ഞാനൊരു 4 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടില്ലായിരുന്നു, ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിരുന്നു. അതിലേക്കാണ് ഗോതമ്പ് പൊടി കലക്കി ഇതിലേക്ക് ഒഴിച്ചത്. പിന്നെ ഗോതമ്പ് പൊടി കലക്കുമ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പയിൽ കൂടി അരിച്ച് മാറ്റിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഒന്നിച്ച് തിളയ്ക്കണേ. അപ്പോൾ ഗോതമ്പ് പൊടി കലക്കിയ തേങ്ങാപ്പാൽ നല്ലൊരു തിളവല്ല, നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കും. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ചിക്കൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ചിക്കൻ പല വിഭവങ്ങൾ, ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ രാത്രി കഴിക്കാനുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെന്തായാലും കോഴിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കഴുത്ത്, കൈയുടെ ഭാഗം, അങ്ങനെയൊക്കെ. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് കിട്ടും. ആ സ്റ്റോക്ക് നമ്മൾ ഏകദേശം ഒരു 1-1.5 കപ്പ് എടുത്ത് വയ്ക്കും. പ്ലസ് ആ സ്റ്റോക്ക്, പിന്നെ ഈ ചെറിയ പീസ് ചിക്കൻ്റെയൊക്കെ അങ്ങനത്തെ എല്ല് കഷ്ണങ്ങളിൽ നിന്നും പിച്ചിയെടുത്ത് ചിക്കൻ്റെ പീസസ്, അതെല്ലാം കൂടി ഒരു കപ്പോളം എടുത്ത് വയ്ക്കാം. പിന്നെ ഒരു 2-3-4 മുട്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുഴുങ്ങിയ മുട്ട ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വയ്ക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ
ഗോതമ്പ് കഞ്ഞി എന്ന് പറയുന്നത് ഈ ഒരു നോമ്പ് കഞ്ഞിയിൽ ചേർക്കേണ്ടത്. ഇതൊരു തിള വരണം, തേങ്ങാപ്പാലും ഗോതമ്പ് മാവും കൂടിയുള്ള ഈ മിശ്രിതത്തിൽ. ഇപ്പം നമ്മളുടെ ഗോതമ്പ് കഞ്ഞി നല്ല തിള വന്നു കഴിഞ്ഞു, കണ്ടല്ലോ, നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊരു സൂപ്പിൻ്റെ രൂപത്തിലാണ് വേണ്ടത്. ഇനി ഈ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കാര്യങ്ങൾ ചേർക്കുന്നത്. ഒന്ന് ചിക്കൻ്റെ ചിക്കൻ ഇച്ചിയെടുത്ത് ഏതാണ്ട് 1 കപ്പ്. പിന്നെന്താണ് സ്റ്റോക്ക്, ചിക്കൻ്റെ സ്റ്റോക്ക് ഇത് 1.5 കപ്പിൻ്റെ കയ്യിലുണ്ട്. എത്രത്തോളം ലൂസാകണം അതനുസരിച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഇതൊന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. ചിക്കൻ്റെ പീസസ് ചേർത്തു, ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു, നല്ലൊരു തട വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റട പീസസ് കൂടി ഇട്ടിട്ട് അടുപ്പിൽ നിന്ന് മാറ്റും. പിന്നെ ഒരു താളിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പം ഈ രീതിയിലാണ് ഒരു നോമ്പ് കഞ്ഞി തയ്യാറാക്കേണ്ടത്. തലശ്ശേരി, കണ്ണൂർ ആ ഭാഗത്തൊക്കെ, നമ്മുടെ മലബാർ മേഖലയിലെല്ലാം തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം സ്ഥിരമായി, ഒരുപാട് ആൾക്കാർ ഇത്തരം കഞ്ഞികളെല്ലാം ഈ നോമ്പ് കാലത്ത് തയ്യാറാക്കുന്നവരാണ്, കഴിക്കുന്നവരാണ്. പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക, വടക്ക് തെക്കെന്നൊക്കെ നമ്മളിങ്ങനെ കേരളത്തിൻ്റെ തന്നെ നോർത്ത് കേരള, സൗത്ത് കേരളയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സൗത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം വിഭവങ്ങളൊന്നും അത്ര പരിചിതമായിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ മലബാറിന് സ്വന്തമായി. അപ്പോൾ ഇതൊരു നല്ലൊരു തിള വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക്. അങ്ങനെ ചിക്കൻ്റെ പീസസും ചിക്കൻ്റെ സ്റ്റോക്കും തേങ്ങാപ്പാലും ഗോതമ്പ് പൊടി എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഇങ്ങനെ വളരെ ഗംഭീരമായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു തിളയൊക്കെ വന്നു കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മളിതിലേക്ക് മുട്ടയുടെ പീസസ് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങളാക്കി, അതൊക്കെ എത്ര എണ്ണം വേണമെങ്കിലും ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കഴിക്കുമ്പോൾ അതും കൂടി കഴിക്കാനായിട്ട് കിട്ടും. ചിക്കൻ്റെ പീസസിനോടൊപ്പം തന്നെ മുട്ടയുടെ പീസസ്. ഇനി നമ്മൾ താളിക്കലുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം അടുപ്പിൽ നിന്ന് പുറത്തേക്ക് മാറ്റാം. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി, കൊച്ചുള്ളി അതിങ്ങനെ വട്ടത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം, 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടാക്കി ആ ഉള്ളി അതിൽ മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കും. അതാണ് ഇത്. അപ്പോൾ നമുക്കിനി സൂപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതിൽ ഗോതമ്പ് കഞ്ഞിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ താളിച്ച് വയ്ക്കും. അപ്പോൾ നെയ്യ് നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ, അത് ഇഷ്ടത്തിന് വെച്ചാൽ. ഇത് ശരിക്കും നെയ്യിൽ ചെറിയ ഉള്ളി വറുത്തിട്ടാൽ സ്വാദും നല്ല മണവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എത്ര അളവ് ഓരോരുത്തർക്കും നിശ്ചയിക്കാം. ഇപ്പോൾ കൊച്ചുള്ളി പാകത്തിന് മൂത്ത് കഴിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളർ, അതാണ് ലൈറ്റായിട്ട് ചെറുതായിട്ടൊരു സ്വർണ്ണ നിറം. ഞാൻ നെയ്യോട് കൂടി തന്നെ നമ്മൾ ഒഴിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു നോമ്പ് കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഗോതമ്പ് കഞ്ഞി എളുപ്പത്തിൽ ചെയ്യാവുന്നത്. അപ്പോൾ ഇത് നോമ്പ് കാലം. ഇപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, നോമ്പ് നോക്കുന്ന വീടുകളിൽ ഇത് വൈകുന്നേരം നോമ്പ് തുറ സമയത്ത്, അത് കഴിഞ്ഞിട്ട് ശരിക്കും ഹെവിയായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു സമയത്ത് തുടങ്ങാൻ പറ്റിയൊരു വിഭവമാണ്. ഇതോടുകൂടി തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരിയും ഇറച്ചിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് മലബാർ മേഖലയിലെല്ലാം പല വീടുകളിലും നോമ്പ് തുറക്കി വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പം ഒരു കാര്യം കണ്ടു.